ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. കേക്ക് ഉണ്ടാക്കുവാണേ. ഞാൻ അതിൻ്റെ പേര് ബിനീസ് കേക്ക് എന്ന് പറഞ്ഞ് അങ്ങിട്ട് ഒരു അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അര സ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ്, ഇവിടെ ഒരു മുട്ട, ബട്ടർ 50 ഗ്രാം ബട്ടറാണ് ചേർക്കുന്നത്. പിന്നെ ഇവിടെ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അര കപ്പ് മൈദയ്ക്ക് അര കപ്പ് പഞ്ചസാര. പിന്നെ ഇവിടെ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ അര കപ്പ് മൈദ, 1.5 സ്പൂണ് കൊക്കോ പൗഡർ, അര സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളുപ്പ് എല്ലാം കൂടി ഇട്ട് ഞാനൊന്ന് നല്ലപോലെ ഇടഞ്ഞു വെച്ച്. ഇവിടെ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളേ. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഒരു സ്പൂണ് വാനില എസൻസ് ഒഴിക്കുവാണേ. നമ്മളെപ്പോഴും മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ വാനില എസൻസ് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യാവൂ. ഇവിടെ ഞാൻ ആ മുട്ട അടിച്ചതിനകത്തോട്ട് തന്നെ 50 ഗ്രാം ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് തന്നെ ഞാൻ പൊടിച്ച് വെച്ച അര കപ്പ് പഞ്ചസാര അതും ചേർക്കുവാണേ. എന്നിട്ട് ഇത് നമുക്കൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ ഒരു സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനെല്ലാം കൂടി മിക്സ് ചെയ്യുവാണേ. മൈദയും കൊക്കോ പൗഡറും. ഇനി അതിനകത്ത് ഒരു സ്പൂൺ പാൽ ചേർക്കുന്നുണ്ട്. ഞാൻ ബാറ്റർ ഒന്ന് കേക്ക് ടിന്നകത്ത് ഒഴിച്ചേ. ഇനി ഇതൊന്ന് 30 മിനിറ്റ്സ് അല്ലെ 40 മിനിറ്റ്സ് നമുക്കൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാമേ. അങ്ങനെ നമ്മുടെ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഐസിങ് ഷുഗർ റെഡിയാക്കിയിട്ടുണ്ട്. അര കപ്പ് പഞ്ചസാര, അര സ്പൂണ് കോൺഫ്ലോർ, പിന്നെ നമ്മൾ എടുത്ത ബട്ടറിൽ ഒരു 50 ഗ്രാം മാറ്റി വെച്ചായിരുന്നു. ഇവിടെ 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാമേ. ഇവിടെ ബട്ടറും പഞ്ചസാരയും നല്ലപോലെ അടിക്കണേ. നല്ലപോലെ വൈറ്റ് കളർ ആകുന്ന വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. അതിനകത്ത് ഞാൻ ഒരു സ്പൂണ് വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മേളിൽ ഐസിങ് ഷുഗർ അപ്ലൈ ചെയ്യാൻ പോവാണേ. നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മേളിൽ ഐസിങ് ഷുഗർ അപ്ലൈ ചെയ്യുവാണേ. കേക്ക് നല്ലപോലെ തണുത്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ബിനീസ് കേക്ക്. കട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്കറിയാം എത്ര സോഫ്റ്റാണ്. ഒന്നുകൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാമെങ്കിൽ സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ സോഫ്റ്റ്, അടിപൊളി. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. Thanks for watching my video. Please like, share and subscribe my channel. Thank you.